ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ ഇന്ന് ബിറ്റ്കോയിൻ്റെ കുറച്ച് പ്രൈസ് ആക്ഷൻ അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആൻഡ് എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ ബിറ്റ്കോയിനിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്, ഏത് രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റുകളൊക്കെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ അനാലിസിസ് മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് എൻ്റെ അനാലിസിസ് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞേക്കാം. എപ്പോഴും നിങ്ങളുടെ സ്വന്തം ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ആൻഡ് ഇതുപോലുള്ള വീഡിയോസ്, ഇതുപോലുള്ള ഡെയിലി മാർക്കറ്റ് അനാലിസിസ് വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ലൈക്കുകളാണ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്, ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് എനിക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് പ്രചോദനമാകുന്നതും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ അധികം സമയം കളയണ്ട, ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പതിവ് തെറ്റിക്കേണ്ട നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഈസ് $1.18 ട്രില്യൺ. ഒരു 1.54% ഇൻക്രീസ് ആണ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം ഓവർ ദ ലാസ്റ്റ് 24 അവർ, കഴിഞ്ഞ 24 മണിക്കൂറിലെ ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം നോക്കുകയാണെങ്കിൽ ഒരു 25.78% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഒരു $39.49 ബില്യൺ ആണ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം എന്ന് പറയുന്നത്. ആൻഡ് ബിറ്റ്കോയിൻ ഡൊമിനൻസ് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഡൊമിനൻസും ചെറിയ രീതിയിലൊന്നും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 0.33% ഇൻക്രീസ് ആണ് ബിറ്റ്കോയിൻ ഡൊമിനൻസിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു 48.63% ആണ് ബിറ്റ്കോയിൻ ഡൊമിനൻസ്, ഇപ്പോഴത്തെ ബിറ്റ്കോയിൻ ഡൊമിനൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 53 ആണ്, ഒരു ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ആൻഡ് ഈ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് എൻഡ് ചെയ്തുകൊണ്ട് ഏത് രീതിയിലായിരിക്കും പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ബിറ്റ്കോയിൻ്റെയും മറ്റുള്ള ഓൾട്ട് കോയിൻസിൻ്റെയും വിശേഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഒരു 2.3% ഒരു ഇൻക്രീസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ 7 ദിവസമായിട്ടൊരു 1.22% ഡിക്രീസ് ആണ് ബിറ്റ്കോയിൻ കാഴ്ചവെച്ചിട്ടുള്ളത്. കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റുകളൊന്നും ഇല്ല. ക്രിപ്റ്റോ മാർക്കറ്റിൽ ഒരു 2%, 1% എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ഒരു മൂവ്മെൻറ്റ് മാത്രമാണ്. സോ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് ഒന്നും തന്നെ കഴിഞ്ഞ 7 ദിവസമായിട്ട് ബിറ്റ്കോയിൻ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് എതേറിയം അതുപോലെ തന്നെയാണ് ഒരു 24 അവറിൽ 1.48% ഇൻക്രീസ് മാത്രമേ എതേറിയത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ 7 ദിവസമായിട്ട് ഒരു 0.16% മാത്രമേ എതേറിയം മൂവ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് അതുപോലെ തന്നെയാണ് മറ്റുള്ള ഓൾട്ട് കോയിൻസിൻ്റെ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റുകളൊന്നും തന്നെ പല ഓൾട്ട് കോയിൻസിലും കഴിഞ്ഞ 7 ദിവസത്തെയും ആൻഡ് ഈ ഒരു 24 അവറിൻ്റെയും പെർസെൻറ്റേജ് മൂവ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റുകളൊന്നും തന്നെ ഓൾട്ട് കോയിൻസിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ മാർക്കറ്റ് നമ്മുടെ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് കാണിച്ചു തരുന്ന പോലെ തന്നെ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു ന്യൂട്രൽ കണ്ടീഷനിൽ തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ബിറ്റ്കോയിൻ അനാലിസിസിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ആദ്യം മുതൽ വരയ്ക്കാം. ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിൽ കൃത്യമായിട്ട് പ്രൈസ് സപ്പോർട്ട് എടുത്തുകൊണ്ട് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ പ്രൈസ് കൃത്യമായിട്ട് റെസിസ്റ്റൻസും എടുക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഒരു വെഡ്ജ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് എവിടേക്കാണോ, ഏത് ഡയറക്ഷനിലേക്കാണോ ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ്, നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കാഴ്ചവെക്കാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ആ രീതിയിലാണ് നമ്മൾ വെഡ്ജ് പാറ്റേണിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു വെഡ്ജ് പാറ്റേണിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ചാർട്ട് ഒന്ന് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ലെവൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് മുൻപ് പ്രൈസ് വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവലായിരുന്നു. ആൻഡ് പ്രൈസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം വളരെ ശക്തമായിട്ടുള്ളൊരു ഡംപ് ബിറ്റ്കോയിൻ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് പിന്നീട് ആ ഒരു ലെവൽ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടും ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ പ്രൈസ് ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ രീതിയിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോയി ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ രീതിയിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് ബിറ്റ്കോയിൻ്റെ ഭാഗത്തു നിന്നും. വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലുള്ള ഈ ഒരു പ്രൈസ് ആക്ഷൻ അനാലിസിസ് അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്തുകൊണ്ട് ഈ റെസിസ്റ്റൻസ് ലെവലിനെ പ്രൈസിന് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് ബിറ്റ്കോയിനിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ടൈം ഫ്രെയിമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബൈബിറ്റിൽ ഇപ്പോൾ WSOT എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ വാൾ സ്ട്രീറ്റിൻ്റെ ഒരു സ്ക്വാഡും ഒരു ടീമും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ബൈബിറ്റിൽ നമ്മുടെ റെഫറൽ ലിങ്ക് വെച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സ്ക്വാഡിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്.
ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ സ്ക്വാഡിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ കറൻറ്റ്ലി ഒരു 3 ആളുകൾ മാത്രമേ നമ്മുടെ സ്ക്വാഡിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു 5 ദിവസം കൂടി ഉണ്ട് ഈ ഒരു കോമ്പറ്റേറ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ സ്ക്വാഡിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് നമ്മുടെ റെഫർ ലിങ്ക് വെച്ചുകൊണ്ടാണ് വൈബിറ്റിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിലേക്ക് എൻട്രി ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്ന ട്രേഡുകൾ ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാറുണ്ട് ഈ ഒരു ഡിസ്കോഡ് ഗ്രൂപ്പിൽ. അത് മാത്രമല്ല മറ്റുള്ള ട്രേഡേഴ്സിൻ്റെയും നമ്മുടെ മറ്റുള്ള മെമ്പേഴ്സിൻ്റെയും മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളും അവരുടെ ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഡിസ്കോഡ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ട്രേഡിങ്ങിന് തീർച്ചയായിട്ടും വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ബൈബിറ്റിൽ നമ്മുടെ റെഫർ ലിങ്ക് വെച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഒരു $50 മുതൽ $100 വരെ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ UID ബൈബിറ്റ് UID എനിക്ക് ഡിസ്കോഡിൽ അയച്ചു തരിക. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് നമുക്ക് നമ്മുടെ അനാലിസിലേക്ക് മടങ്ങി വരാം. ആൻഡ് ബിറ്റ്കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ആദ്യം മുതലേ ഞാൻ ഈ ഓരോ അനാലിസും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു വെഡ്ജ് പാറ്റേൺ ഇവിടെയും കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്തുകൊണ്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടും പ്രൈസ് പോകുന്നുണ്ട്. സോ നമുക്ക് ഈ രീതിയിലുള്ളൊരു വെഡ്ജ് പാറ്റേൺ അവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ഒരു വെഡ്ജ് പാറ്റേൺ ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കാതെ ഇവിടെ മുതൽ ഈ ഒരു വെഡ്ജ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ നിന്നും ടാർഗറ്റായിട്ട് ഇവിടേക്ക് എടുക്കാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 36,000 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ബിറ്റ്കോയിൻ നമുക്ക് പോകാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വെഡ്ജ് പാറ്റേണിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചാർട്ട് സൂം ഔട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ടൊരു ട്രെൻഡ് ലൈനും വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഒരുപാട് ദിവസങ്ങളായിട്ട് ഈ രീതിയിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് വീണ്ടും പ്രൈസ് ഈ ഒരു ട്രെൻഡ് ലൈനിലൂടെ സപ്പോർട്ട് എടുക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെഡ്ജ് പാറ്റേണിൽ നിന്ന് നമുക്ക് വളരെ ബുള്ളിഷ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പ്രൈസ് ഏകദേശം ഈ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് പ്രൈസ് ഇവിടെ നിന്ന് കാഴ്ചവെക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അനാലിസിസ് റോങ് ആവുന്നതായിരിക്കും. പ്രൈസ് വീണ്ടും താഴേക്ക് തന്നെ പോകാനായിരിക്കും സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഏതൊരു കണ്ടീഷൻ മെറ്റ് ചെയ്താലാണ് പ്രൈസ് ആ രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ടുള്ള അനാലിസിസ് അല്ല നമ്മൾ നടത്താറുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതും അത്തരത്തിലുള്ള കാര്യങ്ങളല്ല. ബ്ലൈൻഡ് ആയിട്ട് പ്രൈസ് ഇവിടം വരെ എത്തുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. സോ ആ കണ്ടീഷൻസ് എപ്പോഴും മനസ്സിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ബ്രോഡനിങ് വെച്ച് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴിഞ്ഞ മാർക്കറ്റ് അനാലിസിസ് വീഡിയോസിലൊക്കെ നമ്മൾ ഈ ഒരു ബ്രോഡനിങ് വെച്ച് ചാർട്ട് പാറ്റേണിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർവേഡ് ടൈം ഫ്രെയിമിൽ. ആൻഡ് ഇവിടെ കഴിഞ്ഞ രണ്ട് ഫോർവേഡ് ടൈം ഫ്രെയിമിലെ കഴിഞ്ഞ 2 ഫോർവേഡ് ക്യാൻഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ട് ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. ആൻഡ് തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിരുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള സൈനാണ്. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈൻ പ്രൈസ് ഈ രീതിയിൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് സാധിച്ചില്ല അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ പ്രൈസിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും ഈ രീതിയിൽ തന്നെ താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. സോ ആ ഒരു കാര്യവും എല്ലാവരും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നമുക്ക് നമ്മുടെ CPR ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഞാനിത് വീണ്ടും ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു CPR ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ നമ്മുടെ CPR ലെവൽ എന്ന് പറയുന്നത് 29,000 മുതൽ 30,000 വരെയുള്ള ലെവലാണ്. അപ്പോൾ ഈ ഒരു 29,000 മുതൽ 30,000 വരെയുള്ള ഈ ഒരു ലെവലിൽ കുറച്ച് ഒന്ന് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രൈസ് ആ ഒരു 30,000 കടന്ന് കിട്ടാനായിട്ട് 30,400 എന്ന് പറയുന്ന പ്രൈസ് കടന്ന് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ അത് ഈ ഒരു മാസം ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വളരെ നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെ ബിറ്റ്കോയിനിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, കാരണം തൊട്ട് മുൻപ് ഫോം ചെയ്തിട്ടുള്ള മന്ത്ലി CPRന് മുകളിലാണ് ഈ ഒരു മന്ത് ഫോം ചെയ്തിട്ടുള്ള മന്ത്ലി CPR എന്ന് പറയുന്നത്. സോ അത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മന്ത് ആവാനായിട്ട്, അതായത് ഈ ഒരു ഓഗസ്റ്റ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആയിട്ടുള്ള മന്ത് ആവാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു CPR ലെവലിൽ നിന്നും പ്രൈസിന് കൃത്യമായിട്ടുള്ള റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസിന് കാര്യമായിട്ട് ഇതിന് മുകളിലേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല, ബയേഴ്സിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമ്മുടെ ബാരിഷ് ടാർഗറ്റ് ആയിട്ട് വരുന്നത് 28,254 എന്ന് പറയുന്ന ഈ ഒരു മന്ത്ലി CPR S1 ആയിട്ടുള്ള ഈ ഒരു ലെവലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് അല്ല, അല്ലെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയും നമുക്ക് 28,000 ഒരു ടാർഗറ്റ് വെക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടെ മനസ്സിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ട്രേഡിങ്ങിൽ ബുള്ളിഷ് ആയാലും കുഴപ്പമില്ല, ബെയറിഷ് ആയാലും കുഴപ്പമില്ല, നമുക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. സോ ബുള്ളിഷ് ആയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നില്ല. സോ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സോ എല്ലാവരും സ്വന്തമായിട്ടുള്ള അനാലിസിസ് നടത്താനായിട്ട് ശ്രമിക്കുക. ആൻഡ് നിങ്ങളുടെ അനാലിസിന് എൻ്റെ അനാലിസിസ് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.